മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 123 സ്ക്വയർ 123 സ്ക്വയർ എന്ന് പറയുന്നത് 15129 അങ്ങനെയാണെങ്കിൽ 12.3 സ്ക്വയർ എന്താണ്? 12.3 സ്ക്വയർ 12.3 നമുക്ക് എങ്ങനെ എഴുതാം? 123/10 എന്ന് എഴുതിക്കൂടെ? അതിൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ? എന്ത് വരും? 123 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ എന്ന് വരും. എന്താണ് 123 സ്ക്വയർ? നമുക്ക് തന്നിട്ടുണ്ട് 15129 തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ എന്താണ്? 100. 2 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ പോരെ? 151.29 ഇതാണ് ആൻസർ. ഡി ആണ് ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ റെഗുലർ പോളിഗൺസ്? താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ റെഗുലർ പോളിഗൺസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഗുലർ പോളിഗൺസ് എന്ന് പറയുമ്പോൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ആദ്യത്തെ റെഗുലർ പോളിഗൺ ആണോ? ആണ് അല്ലേ? ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ 3 ആംഗിൾസ് ഈക്വലാണ്. 60 അല്ലേ? 3 സൈഡ്സും എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്? ഒരു റെഗുലർ പോളിഗൺ ആണ്. ഇവിടെ സൈഡ്സ് ഡിഫറെൻ്റ് അല്ലേ? ഇത് റെഗുലർ പോളിഗൺ അല്ല. ഇവിടെ സൈഡ്സ് ഈക്വൽ ആണ്, പക്ഷെ പാരലലോഗ്രാം അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ. എല്ലാ ആംഗിളും ഈക്വൽ ആണോ? അല്ല. എല്ലാ ആംഗിളും ഈക്വൽ ആണെങ്കിലേ റെഗുലർ പോളിഗൺ ആവത്തുള്ളൂ. ഇവിടെ ഒരു സ്ക്വയർ ആണ് തന്നേക്കുന്നത് അല്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഇതും റെഗുലർ പോളിഗൺ ആണ്. 1ഉം 4ഉമാണ് റെഗുലർ പോളിഗൺസ്. കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഡി. ബാക്കി ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.